നെന്മാറ ടൗണിന് 2 കിലോമീറ്റർ പോലും അകലെയല്ലാത്തതാണ് ഈ വീട്. ഈ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ 2 മണിക്ക് ഈ മുറ്റത്തൂടെയാണ് പുലി കടന്നുപോയത്. ഇവിടുത്തെ പട്ടിയുമായിട്ട് ആ പട്ടിയെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തുകയും അത് പരാജയപ്പെട്ട് പുലി ഇവിടുന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ചുറ്റും ഇഷ്ടംപോലെ വീടുകളുള്ള, കുട്ടികളുള്ള, വളരെ ആളുകൾ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാതയുടെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൻ്റെ മുറ്റത്താണ് ഇന്നലെ രാത്രി ഈ പുലി വന്നിട്ടുള്ളത്. ഇതെത്രയോ കാലമായിട്ട് ഈ നാട്ടുകാർ പറയുന്നതാണ്, ഇവിടെ ഒരു കൂട് വെക്കണം എന്നുള്ളത്. ഇതുവരെ വനം വകുപ്പ് അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല, വച്ചിട്ടുമില്ല. വച്ചാൽ തന്നെയും ഇതിനെ പിടിച്ചാൽ ഒരിക്കലും ഈ നാട്ടിൽ പിന്നീട് ഇതൊരു ശല്യത്തിന് വരാത്ത രൂപത്തിൽ അതിനെ മാറ്റാനുള്ള ഒരു സൗകര്യവും സർക്കാരിൻ്റെ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ളൊരു മറ്റൊരു വസ്തുത. ഈ നാട് മൊത്തം പ്രയാസത്തിലാണ്. ഇന്നലെ തൊട്ട് ഇവിടെ ഈ പഞ്ചായത്തിൽ തന്നെയാണ് ഒരു രാജവെമ്പാല പാമ്പിനെ ആളുകളുടെ ഇടയിൽ നിന്ന് പിടിക്കേണ്ട ഒരു സാഹചര്യം. ഈ വന്യജീവികളും അതുപോലെ വിഷജീവികളുമൊക്കെ വല്ലാത്ത രൂപത്തിൽ മനുഷ്യജീവന് അപകടകരമാവുന്ന രൂപത്തിൽ വളർന്ന് വലുതായിട്ടും ഇതിനെ ശാസ്ത്രീയമായിട്ട് ഇത്തരം കാര്യത്തെ അവസാനിപ്പിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാവുന്നില്ല എന്നത് വലിയ പ്രതിഷേധമുണ്ടാക്കുന്നതാണ്. ഈ നാട് മുഴുവൻ, ഈ മലയോര മേഖലയിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത, സാധാരണ കൃഷികളൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ കാർഷിക മേഖലയിൽ നിൽക്കുന്നവരൊക്കെ വലിയ പ്രയാസത്തിലാണ്. ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആരും തന്നെ ഇത്തരം കാര്യങ്ങളിൽ വന്ന് നോക്കി കടന്നു പോകുന്നതിനപ്പുറത്ത് ശാസ്ത്രീയമായിട്ട് ഇത്തരം വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിക്കാൻ ഒരു നിലപാടും ഒരു സമീപനവും എടുത്തിട്ടില്ല എന്നത് വളരെ ഖേദകരമാണ്. എത്രയും പെട്ടെന്ന്, ഇന്ന് ഇത് സംഭവിച്ചുവെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇവിടുത്തെ അമ്പലത്തിലുമൊക്കെ പരിപാടികൾ നടക്കുന്ന ദിവസങ്ങളാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ ആ കൂട് വെച്ചുകൊണ്ട് അതിൽ നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ വെച്ചുകൊണ്ട് അതിനെ ഇവിടുന്ന് പിടിക്കുകയും അതിനെ ഇവിടെ ഒരു കാരണവശാലും തൊട്ടപ്പുറത്ത് 5 കിലോമീറ്ററോ 10 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് വിടുന്നൊരു രീതിയാണ് എപ്പോഴും സ്വീകരിക്കുക. അതല്ലാതെ ഇവിടുന്ന് മാറ്റി അത് ഒന്നല്ലെങ്കിൽ സർക്കാരിൻ്റെ ഷെൽട്ടറിലേക്ക് ഇത് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും മനുഷ്യന് ഹാനികരമല്ലാത്ത രൂപത്തിൽ അതിനെ മാറ്റുന്ന സമീപനമെടുക്കണം. ഈ പ്രദേശം മുഴുവൻ വന്യജീവി ഭീഷണിയിലാണ്, ഈ നാട് മുഴുവൻ. ഈ വീട്ടിലെ ആളുകളൊക്കെ ഒന്നും സംഭവിക്കാതിരുന്നത് ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അത്രയും ആ സമയത്ത് ഏതെങ്കിലും രൂപത്തിൽ മനുഷ്യനാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ആളപായത്തിനപ്പുറത്ത് മറ്റൊന്നും സംഭവിക്കില്ലായിരുന്നു ഇവിടെ. ആ രൂപത്തിൽ ഇവിടെ വലിയ പ്രയാസമുണ്ടാകുമായിരുന്നു. സർക്കാർ, വനം വകുപ്പും വന്യജീവി വകുപ്പും വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഈ വിഷയത്തെ കാണണമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കും കോൺഗ്രസിനുമൊക്കെ സൂചിപ്പിക്കാനായിട്ടുള്ളത്.